കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രൂക്ഷമായ വിമർശനം കിട്ടി. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചു. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്ക് നിയമപ്രകാരമുള്ള യോഗ്യതയില്ല. ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ എബിൻ ജോസ്. SKN സർവകലാശാലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോരിൽ ഗവർണർക്ക് ശക്തമായ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കേരള സർവകലാശാലയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 4 പേരുടെ റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി. അതോടൊപ്പം തന്നെ സർക്കാർ നിർദ്ദേശിച്ച 3 പേരുടെ നിയമനം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രൂക്ഷമായ വിമർശനമാണ് ഗവർണർക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഗവർണർ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സർവകലാശാല നിയമത്തിൽ നിന്നുള്ള വ്യതിചലിച്ചുള്ള നിയമനങ്ങൾ അത് പാടില്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണ് എന്നുള്ള വിമർശനവും ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ഗവർണർ നിർദ്ദേശിച്ച 4 പേർ വലിയ യോഗ്യതയുള്ളവരല്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അതായത് സർക്കാർ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത് ഹൈക്കോടതി വിമർശനമായി തന്നെ ഉന്നയിക്കുന്നു. കേരള സർവകലാശാലയിൽ സർക്കാർ ഉന്നയിച്ച വാദം, അതായത് സർക്കാർ നിയമിച്ച 3 പേരുടെ നാമനിർദ്ദേശം അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ഗവർണർ നിർദ്ദേശിച്ച 4 പേരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ഇനി പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഇപ്പോൾ ഗവർണറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു എബിൻ ജോസ്.